شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. സഹോദരന്മാരെ ചിന്തിക്കണം. പെണ്ണ് ഇത്തപ്പൻ നിസാ സ്ത്രീകളെ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവന്നാൽ അന്ന് മുതൽക്ക് ദീൻ അപകടമാണ്. ആ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. ആ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ഇപ്പോൾ എല്ലാ കെട്ടുകളും പൊട്ടിച്ചുപോയി. അതാ ഞാൻ പറഞ്ഞത്, ആണും പെണ്ണും കല്യാണത്തിന്റെ മജ്‌ലിസിൽ പന്തലിൽ ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ മാലായം ചാർത്തലും ഇപ്പുറന്ന് വീഡിയോ പിടിക്കലും അപ്പുറന്ന് ഫോട്ടോ പിടിക്കലും, എന്നിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ഇങ്ങനെ ഇവള് കടിക്കുന്നതും മറ്റവള് അപ്പുറത്തിട്ട് ഇങ്ങനെ ചോറെടുത്ത് തിന്നുന്നതും ഒക്കെ നോക്കിയിട്ട് ചെറുപ്പക്കാര് രസിക്കുന്നു. ഈ നിലക്കുള്ള തെമ്മാടിത്തങ്ങൾ പടച്ചറപ്പ് വല്ല കാശും കയ്യിൽ തന്നെങ്കിൽ ചെയ്തു പോകരുത്. ഈ തെമ്മാടിത്തം ഒരു വീട്ടിൽ നടക്കുമ്പോ തന്നെ അതിന്റെ നേരെ അപ്പുറത്തൊരു വീട്ടിലതാ പാവപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടിച്ചേക്കാൻ കഴിയാത്തത് കൊണ്ട് അടുക്കള നിറഞ്ഞു കിടക്കുന്ന 10, 25, 30 വയസ്സുള്ള പെൺകുട്ടികള് അതാ കല്യാണത്തിന് പ്രായമായിട്ട് കെട്ടിച്ചേക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. ഇവന്റെ വലിയ കല്യാണത്തിന് വീഡിയോ കേസറ്റ് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച കാശുകൊണ്ട് ഒരു പവന് സ്വർണമെങ്ങാനും ആ പാവപ്പെട്ട പെണ്ണിന് വാങ്ങിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇവന്റെ കല്യാണത്തിന് ഇവൻ ദൂർത്താക്കിയിട്ട് ചെലവഴിച്ച സംഖ്യയെങ്ങാനും ആ പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, പടച്ചറപ്പിന്റെ അടുക്കൽ എത്ര വലിയ പ്രതിഫലം കിട്ടുമായിരുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ എത്ര വലിയ അംഗീകാരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? മനുഷ്യന്റെ ഖൽബിൽ മുഴുവനും ദുനിയാവ് നിറഞ്ഞുപോയി കേട്ടോ. ഞാൻ ഈ സമയത്ത് ദീർഘമായി സംസാരിക്കുന്നില്ല, നിങ്ങളോട് ഉണർത്തുകയാണ്. ഇവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ജീവിതമാണെന്ന ബോധത്തോടെ ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രൂപം എല്ലാ മനുഷ്യന്റെയും ഖൽബിൽ പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ട് മാത്രമേ ദുനിയാവും രക്ഷപ്പെടുകയുള്ളൂ, ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ. ഈ പവറൊന്നും കൂടുതൽ കാലമിനി നടക്കുമെന്ന് തോന്നുന്നില്ല. മുസീബത്ത് അല്ലാഹു തആല ഇറക്കുമ്പോ തെറ്റ് ചെയ്തവര് മാത്രമല്ല മുസീബത്ത് ഇറക്കാറുള്ളത്. ഒരു ഉറുമ്പ് കടിച്ചാൽ കടിച്ച ഉറുമ്പിനെ മാത്രമല്ല തുടക്കാറുള്ളത്. തുടക്കുമ്പോ മുഴുവൻ ഉറുമ്പുകളെയും തുടച്ചുകളയലല്ലേ പതിവ്. ഇതുപോലെ സഹോദരന്മാരെ, ഒരു മൂട്ട കടിച്ചാൽ കടിച്ച മുട്ടയെ മാത്രം നോക്കിയിട്ട് അതിന്റെ പേരിൽ കേസ് കൊടുക്കലല്ല, മൂട്ടക്ക് മരുന്നടിച്ചിട്ട് മുഴുവൻ മൂട്ടയെയും കൊന്നുകളയലാണ്. ഇതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും തമ്മാടിത്തങ്ങൾക്ക് ഇറങ്ങിയാൽ അല്ലാഹു തആല അല്പം കാശ് തരുമ്പോ നല്ല കാര്യത്തിന് ചോദിച്ചാൽ ഒന്നും കൊടുത്തുകൂടാ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ കല്യാണത്തിന് ചോദിച്ചാൽ കൊടുത്തുകൂടാ. അതേ സമയത്ത് നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ സർവ്വധൂർത്തും വേണം. അതുപോലെ തന്നെ അതാ പേപ്പറിന്റെ ഒന്നാമത്തെ പേജിൽ അവന്റെ ഫോട്ടോവും ഔറത്ത് മറക്കാത്ത നിലക്ക്, തലമറക്കാത്ത നിലക്ക് യുവതിയായ പെണ്ണിന്റെ ഫോട്ടോവും കൊടുത്തിട്ട് ഇവര് വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് ആളുകൾക്ക് ഇവന്റെ ഭാര്യന്റെ ഫോട്ടോ കാണിക്കണം. അതേ സമയത്ത് സഹോദര, ആ കാശ് കൊണ്ടുപോയി ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് യതീം കുട്ടിയുടെ ചെലവിന് വേണ്ടി കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാവപ്പെട്ടവർക്ക് സദഖ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദീനിന്റെ സ്ഥാപനത്തിന് നൽകിയെങ്കിൽ ആഖിറത്തിലേക്ക് നിന്റെ അക്കൗണ്ടിൽ അത് കാണാനുണ്ടാവുകയില്ലായിരുന്നു. ആഖിറത്തിൽ വെറുതെയല്ല, സാലിഹീങ്ങൾക്ക് റബ്ബ് വല്ലാത്ത പ്രതിഫലം കൊടുക്കുന്നുണ്ട്. വുജൂഹുൻ യൗമൈദിൻ നാഇമത്തുൽ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയത്തിൽ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅത്തും വഅക്വാബും മൗദൂഅത്തും വനമാരിഖു വസ്സൂഫ വസറാബിയ്യു മബ്സൂസ. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, സ്വർഗ്ഗം ഇങ്ങനെ കാണുമ്പോ സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുന്ന എത്ര മുഖങ്ങളാണ്, സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്ന എത്ര മുഖങ്ങളാണ്. മുഅ്മിനീങ്ങളായ സാലിഹീങ്ങളായ
സ്വർഗം കാണുമ്പോ അവർക്ക് സന്തോഷം തന്നെ. അതേ സമയത്തൊരു ഭാഗത്തതാ ചെയ്ത പ്രവർത്തനത്തിന് സന്തോഷത്തോടെ തൃപ്തിയോടെ പ്രസന്നമായ മുഖത്തോടെ സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നരകത്തിൽ തെമ്മാടികളും കിടക്കുന്നുണ്ട് കേട്ടോ. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിയത്തുൻ ആമിലത്തുൻ നാസിബത്തുൻ തസ്ലാ നാറൻ ഹാമിയ. വല്ലാത്ത കടുകടുത്ത ചൂടുള്ള നരകവുമായി ബന്ധപ്പെടുമ്പോ മുഖം മുഴുവനും കറുത്തിരുട്ട് പോയവരും ചിറി രണ്ടും തമ്മിൽ ചുണ്ടുകൾ കരിഞ്ഞിട്ട് കയറിപ്പോയവരും മറുഭാഗത്ത് കരിക്കട്ട പോലെ കറുത്തുപോയവരുമുണ്ട്. അതേ സമയത്ത് കുടിക്കാനൊരിച്ച് വെള്ളം കിട്ടാതെ ഭക്ഷിക്കാനൊരൽപ്പം ഭക്ഷണം കിട്ടാതെ നരകത്തിൽ യാതനയും വേദനയും സഹിക്കുന്ന തെമ്മാടികൾ ഒരു ഭാഗത്തുണ്ട്. അതേസമയം ദുനിയാവിൽ വെച്ച് പടച്ചുറപ്പിന്റെ പരീക്ഷണങ്ങളായി അല്പം സമ്പത്ത് റബ്ബ് തന്നാൽ, അല്ലെങ്കിൽ ആരോഗ്യം തന്നാൽ, അല്ലെങ്കിൽ സ്വാധീനം തന്നാൽ അത് മുഴുവനും റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിച്ച മുഅ്മിനീങ്ങൾക്ക് സന്തോഷവുമുണ്ട്. നരകത്തിനെ തടിക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നുന്ന കാര്യങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നു. ആ തടി പെട്ടെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരുങ്ങിയാൽ അവൻ നരകത്തിലേക്ക് എത്തുന്നു. അതേ സമയത്ത് സ്വർഗം എന്ന് പറയുന്ന സംഗതി, ആ സ്വർഗത്തെ പൊതിയപ്പെട്ടത് വെറുക്കുന്ന കാര്യങ്ങളെ കൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സിന് വെറുപ്പ് തോന്നുന്ന കാര്യം രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുക, പാതിരക്ക് എഴുന്നേറ്റ് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക, ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുക, അതുപോലെ അല്ലാഹു തആല തന്ന സമ്പത്ത് മറ്റുള്ളതിന് കൊടുക്കുക, അതുപോലെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വിശപ്പും ദാഹവും സഹിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യന് വെറുപ്പ് തോന്നുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ പൊതിയപ്പെട്ടിരിക്കുന്നത്. ആ വെറുപ്പുള്ളതുമായി ബന്ധപ്പെട്ടാൽ അവർ സ്വർഗത്തിലെത്താൻ കഴിയുന്നു. അതേസമയം നരകത്തെ പൊതിയപ്പെട്ടത് തടിക്ക് പെട്ടെന്ന് കമ്പം തോന്നുന്ന കാര്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ പ്രതിജ്ഞയെടുക്കണം. കല്യാണം കഴിക്കുന്ന സമയത്ത്, നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ആണും പെണ്ണും സമ്മിശ്രമായി കൊണ്ടൊരു പന്തലിൽ ഒരുമിച്ച് കൂടലോ, അല്ലെങ്കിൽ താണും പെണ്ണും സമ്മിശ്രമായി ഒരുമിച്ച് കൂടിയിട്ട് ആളുകളെ മുമ്പിൽ നിന്നുള്ള മാലയിടലുകളോ, അല്ലെങ്കിൽ അതേതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് വീഡിയോയിൽ പകർപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കലോ, ഇങ്ങനെ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒരൊറ്റ ലഹവും വേണ്ട, ഒരനാവശ്യവും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, തലശ്ശേരിയിൽ ഒരു വലിയ ട്രെയിൻ അപകടം നടന്നിരുന്ന ഒരു കാലത്ത്, 1984-85 കാലത്ത് ഒരു വലിയ ട്രെയിൻ അപകടം നടന്നപ്പോ ആ ട്രെയിൻ അപകടത്തിന് പോയിട്ട് അവിടെ സാക്ഷിയായ ആളുകൾ ഉണ്ടായിരുന്നു. 10-30ഓളം ആളുകൾ തൽക്ഷണം മരണപ്പെട്ടപ്പോ റേഡിയോ ന്യൂസ് കേൾക്കുമ്പോ ഒന്നാമത്തെ പേര് കേട്ടത് അബ്ദുറഹ്മാൻ എന്നൊരു മുസ്ലിമിന്റെ പേരാണ്. എന്തായിരുന്നു അവിടെ സംഭവം നടന്നിരുന്നത്? ഒരമ്പലത്തിന്റെ ഒരു വലിയ ഉത്സവം നടക്കുമ്പോ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണാൻ പോയി രസിച്ചിരിക്കുന്ന സമയത്തിനിടക്കാണ് ഒരു ഭാഗത്ത് നിന്ന് ട്രെയിൻ വന്നിട്ട് ഒരു വലിയ സമൂഹം മുഴുവനും പെട്ടെന്ന് മരണപ്പെടുന്നു. അപകട മരണം സംഭവിക്കുന്നു. ആ മരണം സംഭവിച്ച റിപ്പോർട്ട് വരുമ്പോ അബ്ദുറഹ്മാന്റെയും അഹമ്മദിന്റെയും പേര് അമ്പലത്തിലെ ഉത്സവം കാണാൻ പോയിട്ട് മരണം സംഭവിച്ചത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് പെടഞ്ഞില്ലയോ? സുഹൃത്തേ, ഞാൻ ചോദിക്കട്ടെ, ഹറാമും ഹലാലും ഇല്ലാത്ത നിലക്ക് നിന്റെ വീട്ടിൽ നിന്ന് വീഡിയോ കേട്ടിട്ട് പെണ്ണിന്റെ പകർത്തുമ്പോ നീ വലിയ രസത്തിലാണ്, തമാശയിലാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് ആ സമയത്താണെങ്കിൽ നിന്റെ കല്യാണ വീട്ടിലെ സന്തോഷം മുഴുവനും ദുഃഖത്തിലേക്ക് തിരിച്ചില്ലയോ? അല്ലാഹു തആല തന്ന ആയുസ്, അല്ലാഹു തആല തന്ന സമ്പത്ത്, അല്ലാഹു തആല തന്ന ആരോഗ്യം, അത് റബ്ബിന്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം, ആഖിറത്തിലേക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ദുനിയാവിൽ അല്ലാഹു തന്ന നിഅമത്തിൽ മതിമറന്ന് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന രൂപം നമ്മുടെ ഖൽബിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അല്ലാഹുവിനോട് നല്ല നല്ല രാത്രികളിൽ, നല്ല നല്ല ദിവസങ്ങളിൽ റബ്ബിനോട് മാപ്പ് ചോദിക്കണം കേട്ടോ. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ഭയഭക്തി
പക്വതയോടെ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന മനുഷ്യൻ അവനും വിജയം കൈവരിച്ചു. വിജയം കൈവരിക്കാൻ അല്ലാഹു പറഞ്ഞ 3 ലക്ഷണമാണ് ഇപ്പോൾ എണ്ണി പറഞ്ഞത്. ഒന്ന്, ഈമാനുള്ള മുഅ്മിനാകണം. കാഫിറായ മനുഷ്യൻ ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു മരിക്കുമ്പോ ഈമാനോടെ നമ്മെ മരിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ടാമത്തവൻ നിസ്കരിക്കുന്നവനാകണം. നിസ്കരിക്കുന്ന സമയത്ത് തന്നെ ഭക്തിയോടെ അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടെ ശരിയായ നിലക്കുള്ള നിസ്കാരം നിർവഹിക്കുന്നവനാകണം. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആവശ്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നവനാകണം. ആവശ്യമുള്ളത് എല്ലാ രംഗത്തും ആവശ്യമുള്ളത്, വായിക്കുന്നതും നോക്കുന്നതും കാണുന്നതും ഒക്കെ ആവശ്യമുള്ളത്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നതും പറയുന്നതും ധാരാളം ഇൽമുകൾ നമുക്ക് നൽകുന്നതും സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ ആശയങ്ങൾ മുഴുവനും നോക്കി മനസ്സിലാക്കി, അഥവാ അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഓരോന്നിനും വ്യക്തമായ മറുപടി പ്രസിദ്ധീകരിക്കുന്നതുമായ സുന്നി വോയിസ് വാരിക. അതിന് നിങ്ങളൊക്കെ വരിക്കാരായി ചേർന്നു. നിങ്ങളെ നാട്ടിലേക്ക് വരിക്കാരായി ചേരുമ്പോൾ ഒരു കൊല്ലം നിങ്ങൾക്ക് ഇങ്ങനെ ദൈവാരിക ഈ 2 ആഴ്ച കഴിയുമ്പോൾ ഓരോന്ന് വീട്ടിലെത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മുമ്പെല്ലാം ചേർന്നിട്ട് ചിലത് കിട്ടാണ്ടിട്ട് ചിലത് എത്താണ്ടിട്ട് എന്നൊക്കെ ചിലർക്ക് കംപ്ലൈന്റ് ഉണ്ടാവും. അതൊക്കെ കംപ്ലൈന്റ് ഒക്കെ പരിഹരിച്ച് കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനത്തോടുകൂടി സ്പെഷ്യലായി നന്നായി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ വരിക്കാരായി ചേരണം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നാട്ടിലെ അഡ്രസ്സും ഒരു 10 ദിർഹം കൊടുത്താൽ 10 ദിർഹം ഉണ്ടായാൽ ഓരോ ദൈവാരിക 2 ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ വീട്ടിലെത്തും. കുട്ടികൾ വായിച്ചു പഠിക്കട്ടെ, അതുപോലെ അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വായിച്ചു പഠിക്കാം. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അത് വിതരണം ചെയ്യണം എന്ന് പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യത്തിൽ നിന്ന് തിരിഞ്ഞ് നല്ല കാര്യങ്ങളിൽ മാത്രം പങ്കെടുക്കുക. ആ ഒരു സാഹചര്യം നമ്മിലുണ്ടായിരിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിൽപ്പെട്ടത് തന്നെയാണ് സിനിമ, അതിൽപ്പെട്ടത് തന്നെയാണ് ഇന്ന് കാണുന്ന സദസ്സുകൾ, ലഹുവിൽപ്പെട്ടത് തന്നെയാണ് ഗീബത്തിന്റെ സദസ്സുകൾ, നമീമത്തിന്റെ സദസ്സുകൾ, അനാവശ്യം സംസാരിക്കുന്ന സദസ്സുകൾ ഒക്കെ നാം വർദ്ധിക്കണം. അനാവശ്യമൊന്നും പറയുന്നു, ഒരാളെ പറ്റിയും പറയുന്നു, നമുക്ക് ആളുകളെ പറ്റിയും ഒക്കെ തെറ്റിദ്ധാരണകളാണ്. അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിന് പറയുന്നു, ഒരു നല്ല കന്തൂരൊക്കെ ഇട്ട് തലയെക്കെട്ടെല്ലാം കെട്ടി മുടിയെല്ലാം നടക്കുമ്പോ അയാളെ പറ്റി അയാൾ കേവലം മോശം ഉണ്ടാവില്ല എന്നൊരു ധാരണ. നേരെ മറിച്ച് ഒരാൾ ഒരു നല്ല പാൻറ്റിലിട്ട് നല്ല ഒരു കുപ്പായൊക്കെ ഇട്ട്, നമ്മളെ നാട്ടിലാണ് ചെത്തു കുപ്പായൊന്നും ഇപ്പൊ പുതിയ ഭാഷ, അങ്ങനെ ഒരു കുപ്പായൊക്കെ ഇട്ടാണെങ്കിൽ ഓനോട് വളരെ മോശക്കാരനാണ് എന്നൊരു ധാരണ. ഇങ്ങനെ ഒരു ധാരണ ആരെ പറ്റിയും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. അങ്ങനെ ആരെ സംബന്ധിച്ചില്ല, ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ ആ താസിരിക്കാൻ പാടില്ല. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا. سبحان الله. നല്ല കന്തൂരോട് കെട്ട് നടക്കുന്നത് എത്ര കള്ളന്മാരിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എങ്ങനെ വാങ്ങിയാ കൊടുക്കാത്തവർ, പൈസ കടം വാങ്ങിയാ കൊടുക്കാത്തവർ. ഞാൻ മുമ്പ് എവിടുന്നോ പറഞ്ഞിരുന്നു, പിരിവെടുത്ത പൈസ കാക്കുന്നവന്. അതുപോലെ കാഴ്ചക്ക് കണ്ടാലും സുബ്ഹാനല്ലാഹ് wudu എടുത്തിട്ട് തൊടണം തോന്നിപ്പോവും. പറഞ്ഞ വാക്ക് ഒരിക്കലും പാലിക്കൂല. ഇങ്ങനെയുള്ള എത്ര മനുഷ്യന്മാരുണ്ട്. കാഴ്ചക്കോ നല്ല സാധനങ്ങൾ, ഉള്ളിൽ ഇരേ ശരിയില്ലാത്ത, നേരെ തിരിച്ച് ചിലപ്പോ കാഴ്ചക്ക് നമ്മളെ കാഴ്ചയിൽ ഒരു പരിഷ്കാരി, പക്ഷേ അവൻ അല്ലാഹുവിനെ വല്ലാതെ പേടിക്കുന്നവനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ്, കൃത്യമായി നിസ്കരിക്കുന്നവനാണ്, സുന്നത്ത് നിസ്കരിക്കുന്നവനാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. അങ്ങനെ എത്ര ആളുകളുണ്ട്. ഒരാൾ ഈ നമ്മളെ മതിപ്പ് വെച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഖുർആനിന്റെ നിർദ്ദേശം കണ്ടോ. ഒരൊറ്റ മുഅ്മിനെ സംബന്ധിച്ചു നീ എന്തെങ്കിലും ധരിച്ചു വെക്കരുത്. അനാവശ്യമായ ഒരു ധാരണയും നിനക്ക് വേണ്ട. എന്തുകൊണ്ടെന്നാൽ ചില ധാരണകളൊക്കെ തെറ്റാണ്. നീ ചുഴന്ന് അന്വേഷിക്കുകയും വേണ്ട. അയാളെന്തിനാ ഇതിൽ അങ്ങ് പോയത്, ഇവനെന്തിനാ ഇപ്പുറം ഇങ്ങനെ വന്നത്, ഇങ്ങനെ കുത്തി അന്വേഷിക്കുന്ന സ്വഭാവവും നിനക്ക് വേണ്ട. അതൊന്നും മുസ്ലിങ്ങളോട് യോജിച്ച പ്രവർത്തനങ്ങൾ അല്ല.
വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ ഒരാളും മറ്റൊരാളെ ഗീബത്ത് പറയണ്ട. റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇശാ നിസ്കാരത്തിന്റെ ശേഷം അല്ലെങ്കിൽ പണിയും കഴിഞ്ഞ് വന്ന് ഓരോരുത്തരും ഇരുന്നിങ്ങനെ നാസ്തയും കഴിച്ചിട്ട് ഒരൊറ്റ ഇരുത്തം, നവൈതുൽ ഇത്തികാഫ ലിൽ ഗീബത്തി, ഗീബത്ത് പറയാൻ വേണ്ടി ഒരു ഇത്തികാഫ് നമ്മളെ റൂമിൽ തന്നെ, എന്നിട്ട് ഇങ്ങനെ എസിയും ചാലുവാക്കിയിട്ടിരുന്നു. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കാറ്റുകൊള്ളാനിരുന്ന് എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി സുബ്ഹാനല്ലാഹ് ഗീബത്ത്, സാധാരണക്കാരന്റെ ഗീബത്ത്, ആലിമീങ്ങളെ ഗീബത്ത്, തങ്ങന്മാരെ ഗീബത്ത്, എല്ലാരെയും ഗീബത്ത്. എന്തിനോടോ അവനവന്റെ തന്നെ താങ്ങാൻ മാത്രമില്ലേ. സ്വന്തം എന്റെ ശരീരത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ആഖിറത്തിലെത്തുന്ന സമയത്ത് റബ്ബിനോട് മറുപടി പറയാൻ എത്ര എത്ര തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നുപോയി, ഞാൻ എത്ര നല്ല കാര്യങ്ങൾ കൈയൊഴിച്ചു പോയി. എന്റെ കണക്ക് തന്നെ റബ്ബിന്റെ മുമ്പിൽ പറയാൻ മാത്രമുള്ള സമയത്ത് മറ്റുള്ള ആളുകൾ പേറി നടക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ സഹോദരന്മാരെ? അതുകൊണ്ട് വളരെ കാര്യഗൗരവത്തോടെ ചിന്തിക്കണം. ഒരൊറ്റ മനുഷ്യന്റെയും ഗീബത്ത് പറയണ്ട, ഒരു ആലിമിന്റെയും ഒരു സാധാരണക്കാരന്റെയും ഗീബത്ത് പറയണ്ട. ആലിമീങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികളെ സ്നേഹിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇൽമിന്റെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ നിന്ന് ഇൽമ് സമ്പാദിച്ചിട്ടുള്ള ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ ഒരൊറ്റ മനുഷ്യനെയും നമ്മൾ തരം താഴ്ത്തണ്ട. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചിട്ട് ചീത്ത പറയണ്ട, ഒരാലിമിനെയും പറയണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് നമ്മൾ ആലിമീങ്ങളെ മാംസം തിന്നാൻ പോകുന്നത്? ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചിട്ടും തിരിക്കാണ്ടും ഒന്നും ചീത്ത പറയണ്ട, കുറ്റം പറയണ്ട. നമുക്കൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് എത്ര വലിയവനായാലും തരക്കേടില്ല. അടുത്തുപോയി അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുക, എന്നിട്ട് അയാളോട് നേരിട്ട് ഉണർത്തുക, മുസ്ലിയാരെ നിങ്ങളാ ചെയ്ത കാര്യം ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണിത് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണിത് ചെയ്തത് എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. അത് എത്ര വലിയവനോടും ചോദിക്കുന്നതിന് വിരോധം ഇല്ല, എത്ര വലിയവനോടും പറയുന്നതിന് വിരോധം ഇല്ല. അതേ സമയത്ത് ഒരാൾ കേൾക്കാത്ത സദസ്സിലോ ഒരാൾ അറിയാത്ത സദസ്സിലോ ഇരുന്നിട്ട് ഒരാളെ കുറിച്ചും ചർച്ച ചെയ്ത് അനാവശ്യം പറഞ്ഞ് വെറുതെ നമ്മൾ ആഖിറത്തിലേക്ക് നമ്മുടെ സമ്പാദ്യം നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പേറാൻ വേണ്ടിയുള്ള അവസരം സൃഷ്ടിക്കരുത് കേട്ടോ. അല്ലാഹു തആല നല്ലതിന് മാത്രം നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയണ്ട, ഒരു ആലിമിന്റെയും തന്നെയും തെറി പറയണ്ട. ഇതുപോലെ ഞാൻ ഉണർത്തുന്നു, സയ്യിദന്മാര് തങ്ങന്മാരെ നമ്മൾ കുറ്റം പറയണ്ട. ഇനി ഒരു തങ്ങൾ എത്ര മോശമായാലും കുറ്റം പറയണ്ട. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളാണ് സയ്യിദന്മാര്. അവർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തത് അവരെ ബാപ്പമാരുടെ ഉപ്പാപ്പയുടെ ബഹുമഹത്വമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണത്. ആ മഹത്വം ലോകത്തൊരാൾക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. അത് അവർ സമ്പാദിച്ചുണ്ടാക്കിയ മഹത്വവും അല്ല. അല്ലാഹു തആല ആ കുടുംബത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിലായി അവരെ ജനിപ്പിച്ചു എന്നത് അവർക്ക് അല്ലാഹു കൊടുത്ത ഒരു വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഇനി ഒരു വലിയ തങ്ങള് ആണെന്ന് പറയുന്ന ആള് തെറ്റ് ചെയ്താലോ, എടോ ഒരു നല്ല മുത്ത് നമ്മളോട് മൂത്രത്തിൽ വീടുപോയാൽ ആ മുത്തിന്റെ സ്ഥിതി എന്താണ്? മൂത്രത്തിൽ വീടുപോയ മുത്താണെങ്കിൽ അത് ബെൽറ്റിൽ വെച്ചിട്ട് നിക്കരിച്ചാൽ നിക്കാരം ബാത്തിലാണ്. പക്ഷെ ഈ മുത്ത് വലിച്ചെറിയേണ്ട മുത്തല്ല, അത് കഴുകിയിട്ട് നമുക്ക് വിറ്റ് കാറ്റാക്കാൻ പറ്റുന്ന മുത്താണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് അയാള് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തന്നെ നജസ് പുരണ്ട മുത്തിനെ പോലെ നിങ്ങൾ അതിനെ മനസ്സിലാകും. ആ നജസ് പുരണ്ട മുത്തായതുകൊണ്ട് നിക്കാരത്തിൽ ബെൽറ്റിൽ വെച്ചുകൂടാ. ഇതുപോലെ അയാൾ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ തെറ്റിന് നമുക്ക് കൂട്ടുനിന്നുകൂടാ. അതേ സമയത്ത് അദ്ദേഹത്തെ നമുക്ക് തെറി പറഞ്ഞും കൂടാ. കാരണം ഇത് കഴുകിയാൽ മുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരൊറ്റ സയ്യിദന്മാരെ തങ്ങന്മാരെയും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ തരം താഴ്ത്തി കളയരുതെന്ന് പ്രത്യേകമായി ഞാൻ ഉണർത്തുന്നു. ലോകത്തിന്റെ സ്ഥിതി എന്താണെന്നറിയാമോ? ഒരാള് തങ്ങളാകണമെങ്കിൽ തന്നെ നല്ല പൈസ വേണം. പാവപ്പെട്ട ഒരാള് തങ്ങളാണെ തിരിഞ്ഞോക്കാൻ ആരെങ്കിലും ഉണ്ടോ? കൈപിടിച്ച് ചുംബിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മിസ്കീനായൊരു തങ്ങളാണെങ്കിൽ അയാളെ കുളിച്ചിട്ട് അധ്യക്ഷനാക്കാൻ ആരെങ്കിലും കിട്ടുമോ? ഒരു മിസ്കീനായ തങ്ങളാണെങ്കിൽ അയാൾ വരുമ്പോ എഴുന്നേറ്റിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മിസ്കീനായ തങ്ങളാണെങ്കിൽ അയാളെ കൈപിടിച്ച് ചുംബിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആള് വലിയ പണക്കാരനാണോ? ആള് വലിയ പണക്കാരനാണോ? എന്നാ വലിയ പവറുണ്ട്. പൈസയും പണവും ഇല്ലേ? പവറില്ല. ഇത്
റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ബഹുമാനിക്കലല്ല, ഇത് സയ്യിദന്മാരെ ബഹുമാനിക്കലല്ല, പണത്തിനെ ബഹുമാനിക്കലാണ്, സ്ഥാനത്തെ ബഹുമാനിക്കലാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തെയാണ് ബഹുമാനിക്കുന്നതെങ്കിൽ ഏത് മിസ്കീനായ തങ്ങളെയും ഏത് പണക്കാരനായ തങ്ങളെയും ബഹുമാനിക്കണം എന്നതിന്റെ പുറമെ മിസ്കീന്മാർക്ക് എപ്പോഴും പണക്കാരേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ദറജ കൂടുതലുണ്ട് കേട്ടോ. അവരെ ദുആക്ക് ഇജാബത്തുണ്ട്, അവർക്ക് അല്ലാഹു തആല പ്രത്യേക പവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളായ സയ്യിദന്മാര് തങ്ങന്മാര് അവര് പണക്കാരാണെങ്കിലും ശരി പാവപ്പെട്ടവരാണെങ്കിലും ശരി ആരായാലും ശരി അവരെ ബഹുമാനിക്കുക എന്നത് സമുദായത്തിന് വുജൂബാണോ? അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യവുമാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ദിവസേന പകൽ സമയത്ത് ഒരു ഖത്മ ഖുർആനോതും, രാത്രി വേറൊരു ഖത്മ ഖുർആനോതും. റമദാൻ മാസത്തിൽ അല്ലാത്ത സമയത്ത് ഒരു ദിവസം ഒരു ഖത്മ ഖുർആനോതും. ആ നിലക്കുള്ള മഹാനായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പടച്ചറപ്പിന്റെ കോർട്ടിൽ ഹാജരാക്കപ്പെടുന്ന സമയത്തെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോ യജമാനനായ റബ്ബിന്റെ കോർട്ടിൽ പണ്ഡിതനാകുന്ന എന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദ്യം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിന്നും അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾക്ക് വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കുമ്പോ അതാ മുനാഫിഖീകൾക്കും കാഫിരീകൾക്കും തെമ്മാടികൾക്കും അവരുടെ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുമ്പോ ഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസിന്റെ കിതാബ് ഏത് കയ്യിലായിരിക്കും പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് എന്നത് ഓർത്തിട്ട് അല്ലാഹുവിനെ പേടിച്ച് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മഹ്ശറയിലുള്ള ഓരോ ബേജാറുകൾ ഓർമ്മിച്ചിങ്ങനെ കരയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബങ്ങളെ വിളിച്ചിട്ട് പറയുന്നു അലുൻ നബി ദരിയതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം മുഅ്തവദാ ബിയദിൽ യമീനി സ്വഹീബതി. ആളുകൾക്ക് പടച്ചറപ്പിന്റെ അടുക്കൽ ഇത് കിതാബ് വിതരണം ചെയ്യുമ്പോ വൗദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ തെറ്റ് ചെയ്ത ആളുകളുടെ വലത്തെ കൈ പിടിച്ചു കെട്ടിപ്പോയി. എന്നിട്ട് പിൻഭാഗത്തുകൂടി ഇടത്തെ കയ്യിൽ അവർക്ക് കിതാബ് നൽകപ്പെടുന്നു. അല്ലാഹുവിന്റെ സാലിഹീങ്ങൾക്ക് വലത്തെ കയ്യിൽ സന്തോഷത്തോടെ കിതാബ് കിട്ടുന്നു. ഈ സമയം വരുമ്പോൾ എന്റെ കിതാബ് എനിക്ക് എന്റെ വലത്തെ കയ്യിൽ തന്നെ കിട്ടണം. അങ്ങനെ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടി പടത്തറപ്പിന്റെ മുമ്പിൽ ഞാൻ ഇടയാളന്മാരായി മധ്യവർത്തികളായി കാണുന്നത് അലുൻ നബി ദരിയതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം മുഅ്തവദാ ബിയദിൽ യമീനി സ്വഹീബതി. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ കിതാബ് എന്റെ വലത്തെ കയ്യിൽ തന്നെ കിട്ടണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുകയും ഞാൻ അവരെ ബർക്കത്ത് കൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് അവരെ ബർക്കത്ത് കൊണ്ട് എന്റെ വലത്തെ കയ്യിൽ തന്നെ എനിക്ക് എന്റെ റബ്ബ് കിതാബ് തരുമെന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു. ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. എങ്കിൽ സഹോദരന്മാരെ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ മുഴുവനും നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. നമ്മൾ ബഹുമാനിക്കും, നമ്മളെ പാർട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പാർട്ടിയല്ലെങ്കിലോ അയാൾ തങ്ങളുണ്ടല്ല. പിറ്റേന്ന് പാർട്ടിയിൽ തന്നെ വന്നാലോ അയാൾ വലിയ തങ്ങൾ തന്നെ. ഈ ഒരു നിലവാരം പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ റസൂലുള്ളാഹിന്റെ കുടുംബമാണെന്ന നിലക്ക് സ്നേഹിക്കണം. അയാൾ നമ്മളെ ഗ്രൂപ്പാണോ അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പാണോ, നമ്മളെ പാർട്ടിയാണോ അല്ല, ഇങ്ങനത്തെ ഒരൊറ്റ ചിന്തയും വേണ്ട. റസൂലുള്ളാഹിന്റെ കുടുംബം എന്ന നിലക്ക് സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതേ സമയത്ത് ശറഅിനെതിരായി അല്ലാഹുവിന്റെ ദീനിനെതിരായി ഒരാൾ പറഞ്ഞാലും സ്വീകരിക്കാനും പാടില്ല. അത് ഇസ്ലാമിന്റെ മറ്റൊരു നിയമമാണ്. ശറഅിനെതിരായി ഒരാൾ പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. ശറഅിനെതിരെ ആര് പറഞ്ഞാലും അതിനെ നമ്മൾ എതിർക്കുകയും വേണം. അത് അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി നമുക്ക് നിർബന്ധമാണ്. അവിടെ ബഹുമാനം നോക്കിയിട്ട് ദീന് പറയാതിരുന്നുകൂടാ, അത് വേറെ ഒരു വിഷയമാണ്. സഹോദരന്മാരെ, ഇത് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെയാണ് സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യം. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിന്റെ ബാപ്പയും ഉമ്മയും ദീനിനെതിരായി വല്ലതും പറഞ്ഞാൽ നീ സ്വീകരിക്കണ്ട. അതേസമയത്ത് ബാപ്പയും ഉമ്മയുമാണെന്ന നിലക്ക് അവരോട് നീ നല്ല നിലക്ക് പെരുമാറുകയും വേണം. ബാപ്പനെ ബാപ്പയായി കാണണം, ഉമ്മനെ ഉമ്മയായി കാണണം. ഇസ്ലാം
ഭർത്താവിനെതിരെ വല്ലതും പറഞ്ഞാലോ സ്വീകരിക്കണ്ട. ബാപ്പ പറയുന്ന മോനെ ഒരു കുപ്പി കള്ളു കൊണ്ട കൊടുക്കണ്ട. അതേ സമയത്ത് ബാപ്പ പറയുന്ന മോനെ എനിക്ക് റേഷൻ അരി വാങ്ങാൻ പൈസ വേണം, കൊടുത്തേക്കണം. അങ്ങനെ ബാപ്പായും ഉമ്മയും തന്നെയും അവരായാലും അവരെ ബഹുമാനിക്കണം എന്നത് ശരി, സ്നേഹിക്കണം എന്നത് ശരി. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ നിയമം ദീനിനെതിരായി ഒന്നും പറഞ്ഞാൽ സ്വീകരിക്കണ്ട. ഇതുപോലെ തന്നെ പണ്ഡിതന്മാരെ സ്ഥിതിയും ഇത് തന്നെയാണ്. പണ്ഡിതനാണോ ഇൽമുള്ളവനാണോ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ പണ്ഡിതനാണെന്ന് വെച്ച് പറയുന്നതിനൊക്കെ പോളണം എന്നില്ല. നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് നാം അംഗീകരിക്കണം. തെളിവോടുകൂടി കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണം. തെളിവില്ലാതെ പറഞ്ഞാൽ സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ അവർക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഒരു പണ്ഡിതന് ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ പണ്ഡിതൻ അത് പറയണം. അതിന്റെ എതിർവശത്തുള്ളത് എത്ര പ്രായമുള്ളവനായാലും സ്വന്തം ഉസ്താദായാലും അവനവന് ബോധ്യപ്പെട്ടത് അവനവൻ പറയണം. അത് പണ്ഡിതന്മാരെ കർത്തവ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ സ്വന്തം ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിനോട് വലിയ ബഹുമാനമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ മാലിക് ഇമാം പറഞ്ഞ മസ്അലകൾക്കെതിരായി എത്രയോ മസ്അലകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉസ്താദിനെ ചീത്ത പറയുന്നില്ല, ഉസ്താദിനെ തെറി പറയുന്നില്ല, ഉസ്താദിനെ ബഹുമാനിക്കുന്നു. അതേ സമയത്ത് ഷാഫി ഇമാമിന് തിരിഞ്ഞതുപോലെ പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ ഇപ്പുറത്തുമുണ്ടത് തന്നെ. ബഹുമാനപ്പെട്ട ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ ഒരു പ്രഗൽഭനായ പണ്ഡിതനാണ്. എന്നല്ല, ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലന്മാരായ രണ്ട് പണ്ഡിതന്മാരാണ്. ഒന്ന് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു, ഒന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉസ്താദിന്റെ ഉസ്താദാണ് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു. പക്ഷേ അവർക്കിടയിൽ മസ്അല തർക്കമുണ്ട്. റാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം, ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ ഒരു വിരലിന്റെ പള്ളയെങ്കിലും നിലത്ത് വെക്കണം എന്നത് നമുക്ക് നിർബന്ധമാണ്. ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം അതാണ്. ഒരു വിരലിന്റെ പള്ളയെങ്കിലും സുജൂദ് ചെയ്യുന്ന സമയത്ത് നിലത്ത് വെക്കണമെന്നാണ്. ഇത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. പക്ഷേ നവവി ഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ റാഫി ഇമാം റളിയല്ലാഹു അൻഹു കാലിന്റെ വിരലിന്റെ പള്ള തന്നെ വെച്ചുകൊള്ളണം എന്നില്ല എന്ന അഭിപ്രായക്കാരനാണ്. ആ അഭിപ്രായത്തിനെതിരാണ് ശിഷ്യന്റെ ശിഷ്യനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി നവവി ഇമാമും മിണ്ടാതിരുന്നിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മനസ്സിലായത് താൻ പറഞ്ഞതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. തന്റെ ഉസ്താദിന്റെ ഉസ്താദ് റാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ കറാമത്ത് കണ്ട മഹാനാണ്. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അവരെ കൂടെ നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ. പക്ഷേ താൻ പറഞ്ഞ അഭിപ്രായം ഈ വിഷയത്തിൽ ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അല്ല. അതുകൊണ്ട് ഉസ്താദിന്റെ ശിഷ്യന്റെ ശിഷ്യനായ നവവി ഇമാം അതിനെ എതിർക്കുന്നു. എന്നിട്ട് പറയുന്നു, അതല്ല ശരി, ഞാനീ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നു. ഇനി അവിടുന്ന് ഇങ്ങനെ പോന്നാൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ പണ്ഡിതന്മാർ അവരവർക്ക് മനസ്സിലായ മസ്അല പറയേണ്ടി വരും. അത് പറയുമ്പോ അയാൾ ഉസ്താദിനെ എതിർത്തു എന്ന് ജാഹിലീങ്ങൾ പറയാൻ പാടില്ല. പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. ആലിമീങ്ങൾ അവരവർക്ക് മനസ്സിലായത് പറയേണ്ടവരാണ്. തെളിവോടുകൂടെ ആരാണോ പറയുന്നത് അത് സ്വീകരിക്കൽ സാധാരണക്കാർക്ക് നിർബന്ധവുമാണ്. തെളിവ് ആര് പറഞ്ഞതിനാണോ ഉള്ളത് അത് സ്വീകരിക്കൽ സാധാരണക്കാർക്ക് നിർബന്ധമാണ്. നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട
ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ പ്രബലമായ ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. അതിന്റെ മുസന്നിഫാണ് പൊന്നാനിയിൽ നിന്ന് കിതാബ് രചിച്ച ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് താൻ തന്റെ കിതാബിൽ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് അദബുകേടല്ല, അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. തനിക്ക് വലിയ ബഹുമാനം ഉസ്താദിനോടുണ്ട്. പക്ഷേ തനിക്ക് തെളിവ് കിട്ടിയത് ഉസ്താദ് പറഞ്ഞതിനെതിരാകുമ്പോ ഉസ്താദ് പറഞ്ഞതിനെതിരാണ് ഞാൻ പറയുന്നത്, ഇത് സ്വീകരിക്കണമെന്ന് മറ്റുള്ളവരോട് പറയുന്നു. അത് അന്ന് മുതൽക്ക് ഇന്ന് വരെ ഉണ്ട്, ഈ കാലഘട്ടത്തിൽ വരെ ഉണ്ട്. ഓരോ പണ്ഡിതന്മാർ അവരവർക്ക് മനസ്സിലായത് അവരവർ പറയും. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ? ജാഹിലീങ്ങൾക്ക് ദീനിന്റെ യാതൊരു ഇല്ലാത്ത ജാഹിലീങ്ങൾ വെറുതെ പറയാൻ അല്ലാഹുതആല നന്നാക്കട്ടെ. ഇപ്പൊ ഞാൻ ദുബായിൽ വന്നപ്പോ ഒരാൾ എന്റെ നിങ്ങൾ നാദാപുരത്ത് നിന്നൊക്കെ ഉസ്താദിന്റെ എതിർത്ത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഒട്ടാകെ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാനറിയില്ല. അല്ലാഹുവിന്റെ ദീന് ഓരോരുത്തർക്ക് മനസ്സിലായതനുസരിച്ച് ഓരോരുത്തർ പറയും. ഉസ്താദിന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ അവർക്കൊരു അഭിപ്രായം ഉണ്ടാവും, നമുക്ക് വേറെ ഉണ്ടാവും ഉസ്താദിന്റെ ഉസ്താദ്, അവർക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. നമ്മൾ രണ്ട് ഉസ്താദിന്റെ ഉസ്താദ്മാരെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒന്നാണ് ശരി, അതാണ് കൂടുതൽ തെളിവ് കാണുന്നത്. നമ്മൾ പറഞ്ഞാൽ മറ്റേ ഉസ്താദിനെ എതിർക്കലാം എന്നാ പിന്നെ അറിയാമെന്നാൾ വരെയുള്ള ആലിമ്യങ്ങൾ ഇന്ന് റസൂലുള്ളവരെ തീർത്തും അതുമില്ലാത്തവരാന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട്? നവവി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിനെതിരായിട്ട് മസല പറഞ്ഞിരിക്കുന്നു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ് സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹുവിനെതിരായിട്ട് മസല പറഞ്ഞിരിക്കുന്നു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെതിരായിട്ട് മസല പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോകാൻ നോക്ക് ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാരിനെ റളിയല്ലാഹു അൻഹു നമ്മളെ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന പഴയ ആലിമീങ്ങളെ മുഴുവൻ ഉസ്താദാണ്. കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ ഉസ്താദ്, ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, ഈനക്കുഞ്ചുള്ള മുസ്ലിയാർ ഉസ്താദ്, കാങ്ങാട്ടുകുഞ്ചുള്ള മുസ്ലിയാർ ഉസ്താദ്, സർപ്പത്തുള്ള മുസ്ലിയാർ ഉസ്താദ്, അങ്ങനെ ഈ അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചുപോയവരും അതുപോലെ പ്രായമുള്ളവരുമായ അലിമീങ്ങളും ഒക്കെ ഉസ്താദാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. മൂപ്പര അഭിപ്രായം എന്താ? മൂപ്പര അഭിപ്രായം വഅദ് പറയുമ്പോൾ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല, വഅദ് പറയുമ്പോൾ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല, ദ്വാരക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. മൈക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കളിക്കുന്ന സാധനമാണ്, അത് ഉപയോഗിക്കാനേ പാടില്ല, ഉപയോഗിക്കലുമില്ല, ജീവിതകാലത്ത് ഉപയോഗിക്കലുമില്ല. ഇന്നും തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യനായ കാങ്ങാട്ട് കുഞ്ഞമ്പുള്ള മുസ്ലിയാർ പ്രായമുള്ള പണ്ഡിതനാണ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇതിന്റെ അടുത്ത് മർക്കസിൽ വന്ന് മണിക്കൂറുകളോളം മർക്കസിൽ വേണ്ടി എത്രയോ സമയം ദുആ ചെയ്തു. ബഹുമാനപ്പെട്ട ഒരു മൈക്കിലും ദ്വാരക്കില്ല. ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പൂക്കോം എന്നുണ്ട്, പാനൂരിനടുത്ത് പൂക്കോത്ത് കുറെ കാലം അദ്ദേഹം ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ വാതിൽ വരുന്ന സമയത്ത് മൂപ്പര് ദ്വാരന്നിട്ട് തുടങ്ങി തരും, വാതിൽ ഞാൻ പറയും. അപ്പൊ ദ്വാരക്കുമ്പോ മൈക്ക് വെച്ചോട്ട ഒരു തട്ടിട്ട് കൊടുക്കും. മൈക്കിൽ ദ്വാരക്കൂല, മൈക്കിൽ ദ്വാരക്കൂല, ദ്വാരന്നിട്ടോ ഞാൻ പിന്നെ അങ്ങോട്ട് വാതിൽ ഉയർത്ത് പറയുന്ന മൈക്കിൽ അത് മൂപ്പര് കാണുന്നുണ്ട്. മൂപ്പര് തുടങ്ങി തന്നിട്ട് ഞാൻ പറയുന്ന ഇവരെ മൈക്കിലാണ്, ഇവർക്ക് അതിന് വിരോധമില്ല. അതേ സമയത്ത് തന്റെ ഉസ്താദ് മൈക്ക് ഉപയോഗിക്കാറില്ല. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ മൈക്ക് ഒന്നിനും ഉപയോഗിക്കാറില്ല, ദുആക്ക് ഉപയോഗിക്കില്ല, ദിക്റിന് ഉപയോഗിക്കില്ല, ഖുർആനത്തിന് ഉപയോഗിക്കില്ല, വാദിന് ഉപയോഗിക്കില്ല, ഒന്നിനും ഉപയോഗിക്കില്ല. അതുകൊണ്ട് താനും അതുപോലെ മൈക്കിൽ നിന്ന് സാധനം ഉപയോഗിക്കില്ല. അതൊരു അദബാണ്, ഉസ്താദിനോടുള്ള അദബാണ്, താൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അതേസമയത്ത് ഉപയോഗിക്കുന്ന ആളുകൾ എതിർക്കൊന്നുമില്ല. അങ്ങനെ ഒരു അതും ഒരു ഉസ്താദും ഒരു ശിഷ്യൻ. ഇനി വേറെ ഒന്നും നിങ്ങൾ നോക്ക്, നാദാപുരത്ത് വലിയൊരു പണ്ഡിതനാണ് കീഴക്കുഞ്ഞമ്പുള്ള മുസ്ലിയാർ. അദ്ദേഹം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ മൈക്ക് തീരെ ഒന്നിനും ഉപയോഗിക്കാറില്ല. കീഴക്കുഞ്ഞമ്പുള്ള മുസ്ലിയാർ മൈക്കിൽ ബാങ്ക് കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, ഖുതുബൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രസംഗത്തിനും ദുആക്കും മറ്റ് ഖുർആനൊന്നും അതിനൊന്നും സ്വലാത്തിൽ അതിനൊന്നും ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. പ്രസംഗത്തിന് താനുള്ള സദസ്സിൽ തന്നെ ഉപയോഗിക്കുന്നു, താനുള്ള സദസ്സിൽ തന്നെ ദുആക്കിന് ഉപയോഗിക്കുന്നു. അപ്പോ തന്റെ ഉസ്താദിന്റെ അഭിപ്രായത്തിനും തന്റെ അഭിപ്രായത്തിനും ഇടയ്ക്ക് വ്യത്യാസം. അതായത് ചിലതിന് പറ്റും, ചിലതിന് പറ്റൂല എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ അദ്ദേഹം പറയുന്നു. അതേ ഉസ്താദിന്റെ തന്നെ ശിഷ്യനാണ് കണ്യത്ത് അഹ്മദ് മുസ്ലിയാർ. മൂപ്പര അഭിപ്രായത്തിൽ ഖുതുബക്കും പറ്റും, ബാങ്കിനും പറ്റും, ഖുർആൻ ഓതാനും പറ്റും, അതുപോലെ സ്വലാത്ത് ചെല്ലാനും പറ്റും, അതിനും പറ്റും, എല്ലാറ്റിനും പറ്റും. എന്നാൽ ഇവരെല്ലാതും കുറ്റമില്ലാത്ത ശിഷ്യന്മാരാ അല്ല. അത് അവരവർക്ക് മനസ്സിലായാൽ അവരവർ പറയുന്നു, അത് ഉസ്താദിനെ എതിർക്കൽ അല്ല. അതുപോലെ ശിഷ്യന്മാര് വരുമ്പോൾ ഖിയാമത്ത് നാൾ വരെ അതേ നിലവാരം തുടരും. അതുകൊണ്ട് ഒരു ആലിമും മറ്റേ ആലിമിനെ കുറ്റം പറഞ്ഞു, മറ്റേ ഉസ്താദിനെ ധിക്കരിച്ചു, ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് നഷ്ടപ്പെടും എന്ന ബോധം ഓരോ ആളുകൾക്കും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ എത്ര മസലകളുണ്ട്. ഒരാൾ വന്നിട്ട് എന്റെ മുമ്പ് കുറ്റിയാടിയത് ഒരാൾ വന്നിട്ടുണ്ടോ, ഞാൻ എന്റെ പെണ്ണുങ്ങളെ തലാക്കിയില്ല. എങ്ങനെയാ തലാക്കിയില്ല?
ഒരാൾ വന്നിട്ട് തലാക്കിയില്ലേ വലിയ രസമുണ്ട്, ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഒരുത്തം വന്നിട്ട് പറഞ്ഞ് എന്റെ പെണ്ണുങ്ങളൊക്കെ തലാക്കിയില്ല, ഞാൻ ഉറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ വാചകം ഇപ്പൊ എഴുതി തരണം, സാദി ആണെന്ന രൂപത്തിൽ സാദിക്ക് കത്ത് തരണം. അപ്പൊ എന്നാ പിന്നെ അവൾ ഉറപ്പിച്ചിരിക്കുന്നവരെ നിവൃത്തില്ല, എന്നാ പിന്നെ ഒന്നും രണ്ടും തലാക്ക് ചെല്ലിയെന്ന് പറഞ്ഞില്ല, ഒരു തലാക്ക് ചെല്ലിയെന്നുകൊണ്ട് എഴുതി. ഇയാള് പറഞ്ഞു ഡേറ്റ് കുറച്ച് നേരത്തെ തന്നെ ഉള്ള ഒരു 2 മാസം അപ്പുറം ഇട്ട് തരാൻ പറഞ്ഞിരിക്കുന്നു. എങ്ങനെ തലാക്ക് ചെല്ലിയ ഡേറ്റ് 2 മാസം അപ്പുറം ഇട്ട് കൊടുക്കണോ? എന്തിന്? ഇവളെന്നാ വേഗം കല്യാണം കഴിക്കാലോ. അപ്പൊ അള്ളാനെ പറ്റിക്കേണ്ട ഏർപ്പാട്, പടച്ചോനെ പറ്റി. കാരണം എഴുതിയ എഴുത്തിൽ ഡേറ്റ് ഇതല്ലേ, അള്ളാന്റെ അടുത്ത് കോടതിയിലെത്തി വിലം കാണിച്ചു വിട്ടാ പോലെ. എന്താ ഡേറ്റ് നോക്ക്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ജാഹിലികളുണ്ട് ദുനിയാവിൽ. അത് വേറെ, ഇത് അതല്ല. ഒരാൾ വന്നിട്ട് ഒരു മുഅല്ലിമാണെന്ന് എന്റെ ഓർമ്മ. ഇയാൾ വന്നിട്ട് പറയുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ തലാക്കി, എന്തായാലും ഞാൻ എന്റെ ഭാര്യ 1ഉം 2ഉം തലാക്കിയല്ലേ ഇതാ പറഞ്ഞു കേട്ടോ. ചില മൊയ്യാന്മാരെന്ന് പറയുന്നത് 3 തലാക്കും പോയിരിക്കുന്നു. അപ്പോ അതിനെ സംബന്ധിച്ച് എന്താണ് പണ്ഡിതന്മാരുടെ വലിയ അഭിപ്രായമുള്ള ഒരു വിഷയമാണ്. 1ഉം 2ഉം തലാക്കിയല്ലേ തന്നെ 3ഉം പോവോ, അല്ലെ 2 പോവുള്ളൂ? ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ള ആലിമികളുടെ അഭിപ്രായമായി പാവപ്പെട്ട ഞാൻ അറിഞ്ഞത് 1ഉം 2ഉം തന്നെ 2 പോവുള്ളൂ. പിന്നെ 1ഉം 2ഉം തന്നെ 2 പോണെങ്കിൽ 3 പോണെങ്കിലോ ഓരോന്നും 1 2 എന്ന് പറയണം, എന്നാ 3 പോകും. ഓരോന്നും 1 2 എന്ന് പറഞ്ഞാൽ 3 പോകും. വെറും 1ഉം 2ഉം തന്നെ 2 പോവുള്ളൂ. എന്നാ സദഖത്തുൽ മുസ്ലിയാർ ഖുത്ബിന്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയല്ല, 1ഉം 2ഉം തന്നെ 3 പോകുന്ന. അതിനവർ ഒരുപാട് ന്യായം 2 ലക്ഷവും പറയും. അപ്പൊ ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അത് ഉസ്താദ് ശിഷ്യരും തമ്മിലുണ്ടാവും, ഉസ്താദുമാര് തമ്മിലുണ്ടാവും, ശിഷ്യന്മാര് തമ്മിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് ഓരോ ആലിമീങ്ങൾക്കും തിരിഞ്ഞ് അവരവർ പറയും, അവരെ ശിഷ്യന്മാർക്ക് തിരിഞ്ഞ് അവർ പറയും. അത് പറയുമ്പോ അവരവർക്ക് കിട്ടിയ തെളിവനുസരിച്ച് പറയും. അത് പറയുമ്പോ എന്നെ പോലത്തെ ജാഹിലിങ്ങൾ അങ്ങാടിയിൽ അയാൾ മൊയ്യാരെ എതിർത്ത് ഉസ്താദിനെ എതിർത്ത് ഉസ്താദിനെ എതിർത്ത് എന്ന് പറയാൻ പാടില്ല. എതിർക്കൽ വരലപ്പോഴാ അതബ് കേടായ വാക്ക് പറഞ്ഞ, അതബുകേടായ വാക്ക് പറയാൻ പാടില്ല. അയാൾ അങ്ങനത്തോനാ ഇങ്ങനത്തോനാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഉസ്താദ്മാരെ സംബന്ധിച്ച്. അതേസമയത്ത് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ദീനിന്റെ മസലകളിൽ ഉണ്ടാവുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ കാലം മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ ലോകത്തുണ്ടാകുന്നതാണ്. അതിന്റെ പേരിൽ ചീത്ത പറഞ്ഞു പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, അങ്ങൊക്കെ പോയിട്ട് ഓരോരുത്തർ ദൂരെ പോകേണ്ടവരും മറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നാളെ ലീവായിരിക്കും, അധികം ആളുകൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് 5 മിനിറ്റ് നീട്ടിയതേ ഉള്ളൂ. ഞാൻ നിർത്തുന്നു സഹോദരന്മാര്. അതുകൊണ്ട് വല്ലദീനഹും അനാവശ്യങ്ങളിൽ മുഴുവനും തിരിഞ്ഞുകൊണ്ട് ജീവിക്കണം. ഒരൊറ്റ ആലിമിനെയും ഗീബത്ത് പറയണ്ട, ഒരു സാധാരണക്കാരന്റെ ഗീബത്തും പറയണ്ട, ഒരു സയ്യിദന്മാരെയും കുറ്റം പറയണ്ട, നബീമത്തും ഫിത്നയും ഫസാദും കളവും പറയണ്ട. അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പറയുക, അല്ലാഹു പൊരുത്തപ്പെടുന്ന ശൈലിയിൽ മാത്രം ജീവിക്കുക, അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെ മാത്രം ജീവിക്കുക. ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ മുഴുവനും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ എന്റെ വാദം നിർത്തുന്നു. നമുക്ക് അല്ലാഹുവിനോട് ഈ ബഹുമാനമുള്ള രാത്രിയിൽ ദുആ ചെയ്തിട്ട് പിരിയണം സുഹൃത്തുക്കളെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിന് വേണ്ടി ജീവിക്കുകയും ആഖിറത്തിന് വേണ്ടി മരിക്കുകയും ചെയ്യുന്നൊരു ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ വേണം, നമ്മുടെ ചിന്തയിൽ വേണം. ആ സമയത്ത് മാത്രമേ സാലിഹീങ്ങളോടുകൂടി നമുക്ക് ചേരാൻ കഴിയുകയുള്ളൂ. സ്വർഗം മാത്രം ചിന്തിച്ച് ജീവിച്ച് മരിച്ച എത്രയോ ആളുകളുണ്ട്. ഒരു ബർക്കത്തിന് വേണ്ടി ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന കൊണ്ട് എനിക്കൊന്ന് ഷഹീദായി മരിച്ചെങ്കിൽ സ്വർഗത്തിലെത്താമായിരുന്നല്ലോ എന്നൊരൊറ്റ ചിന്ത കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് തന്നെ ലൈൻ ഷഹീദനില്ല ഇന്നസ്ഹദനില്ലാഹു വസ്വതൻ ഉഖറാ, എന്നെ അല്ലാഹു തആല വേറെ ഒരു യുദ്ധത്തിന് പങ്കെടുക്കാനുള്ള അവസരം എനിക്കെങ്ങാനും അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ഇദാ ലയറയന്നല്ലാഹു മാ അസ്നഉ, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്നെ പടച്ച റബ്ബിന് ശരിക്ക് കാണാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു മഹാനാണ് സയ്യിദുനാ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു.
ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വേദന കൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ട് എനിക്കതിന് പങ്കെടുത്ത് മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത, ഈ ഒരൊറ്റ ചിന്ത കൊണ്ട് ഇത് പ്രഖ്യാപിച്ച അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് തനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. ഉഹദ് യുദ്ധം വളരെ കൊടുമ്പിരി കൊള്ളുന്നൊരു സമയത്തെത്തിയപ്പോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വളരെ ധീരശൂര പരാക്രമിയായി ഇസ്ലാമിന്റെ വിരോധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വലിയ വലിയ വാള് വന്ന് തട്ടുന്നു, രക്തം പൊട്ടിയൊലിക്കുന്നു, വലിയ കുന്തങ്ങളെ കൊണ്ട് കുത്തുകിട്ടുന്നു, രക്തം പമ്പ് ചെയ്യുന്നു, അമ്പുകൾ വന്നിങ്ങനെ തെറിക്കുന്നു, തന്റെ ശരീരത്തിൽ വേദന സഹിക്കാതെ ബുദ്ധിമുട്ടുന്നു. ആ സമയത്ത് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ദീനിന്റെ എതിരാളികളിലേക്ക് ഓരോ ചാട്ടം ചാടുന്നു. എതിരാളികളായ ശത്രുക്കൾ 4 ഭാഗത്തുണ്ടെന്ന് തന്നെ ഒന്ന് യുദ്ധം ചെയ്ത് തള്ളിയിടണമെന്ന ചിന്തയിൽ 4 ഭാഗത്തു നിന്നും വാളുകൾ ഇങ്ങനെ കടകട എന്ന് പറഞ്ഞു മുട്ടുമ്പോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന് ഒരു ചിന്തയും ഇല്ല. താൻ മുന്നോട്ട് വളരെ ഗൗരവത്തോടെ ഗമിക്കുന്നു. പക്ഷേ നാവ് കൊണ്ടൊരു കാര്യം കുലിച്ചു പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് പേരെടുക്കാനല്ല, ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് തനിക്ക് വലിയ പ്രശസ്തി നേടാനല്ല, സ്വർഗത്തിൽ കടക്കണമെന്നൊരൊറ്റ ആശ കൊണ്ടാണ്. ആ കാരണം കൊണ്ട് തന്നെ താൻ ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ കുത്തിയിട്ടെന്തുണ്ട് കാര്യം, വെട്ടിയിട്ടെന്തുണ്ട് കാര്യം? ഇന്നീലാജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹുദ്, ഇന്നീലാജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹുദ്, ഇന്നീലാജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹുദ്. ഈ കാണുന്ന ഉഹുദ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് വെച്ച് എനിക്ക് സ്വർഗം മണക്കുന്നു മക്കളെ. നിങ്ങളെ വാളൊന്ന് തട്ടുന്ന സമയത്ത് എനിക്ക് ആ സ്വർഗത്തിന്റെ മണം കൂടുകയാണ്. ഇതിന്റെ അപ്പുറത്തുനിന്ന് സ്വർഗം എനിക്ക് മണത്തുകൊണ്ടിരിക്കുന്നു. എന്റെ മൂക്കിന് സ്വർഗത്തിന്റെ വാസന എത്തിപ്പോയി. ഇനി എനിക്കതിലേക്ക് കടന്നൊന്ന് രുചി നോക്കാനുള്ള സമയമല്ലാതെ എനിക്കിവിടെ ദുന്യാവ് ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾ വെട്ടിക്കോളൂ, കൊന്നോളൂ, കുത്തിക്കോളൂ, എന്റെ യാത്ര സ്വർഗത്തിലേക്കാണ്. ഇന്നീലാജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹുദ്, പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് സ്വർഗം മണക്കുന്നു. ഈ നിലക്ക് സ്വർഗം ചിന്തിച്ചുകൊണ്ടോ അതിന്റെ വാസന മൂക്കിലേക്ക് അല്ലാഹു തആല അവര് സ്വർഗത്തിലേക്ക് അങ്ങേയറ്റം ആദിച്ചതുകൊണ്ടോ അവരെ മൂക്കിലേക്ക് സ്വർഗത്തിന്റെ വാസന എത്തിച്ചു കൊടുക്കുന്ന നിരക്ക് സ്വർഗത്തിന്റെ ചിന്ത കൽബിൽ ലയിച്ചവരാണ് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ. ആ നിലക്ക് കഴിഞ്ഞുപോയവരാണ് പൂർവ്വകാലത്തുള്ള മഹാന്മാർ. നിങ്ങൾ കണ്ടില്ല, ചെറുപ്പക്കാരനായ മുആദ് ബിൻ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്റെ ഒരു കൈക്ക് വെട്ടേറ്റ് പോയി. ഈ കൈ ഇങ്ങനെ തോലിന്റെ മേലെ താണ് കിടക്കുന്നു. താൻ പുറത്തേക്ക് കൈ വലിച്ചങ്ങിട്ടിട്ട് ഒറ്റ കൈ കൊണ്ട് യുദ്ധം തുടങ്ങി. സ്വർഗത്തിലെത്തണം കൈ മുഴുവനും നഷ്ടപ്പെട്ട പ്രശ്നമല്ല. ഒറ്റ കൈ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ മുമ്പിലേക്ക് ഒരു ചാട്ടം ചാടുന്നു. ചാടുന്ന സമയത്ത് പുറത്ത് വലിച്ചിട്ട് തന്റെ ഈ ഒരു തോലിന്റെ മേലെ താണ് കിടക്കുന്ന കൈയുണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കയ്യോ പുറത്ത് വലിച്ചിട്ട കൈ ചാടുന്ന സമയത്ത് മുമ്പോട്ട് ഇങ്ങോട്ട് വന്നുപോയി, ചാടിപ്പോയി. മുമ്പിലേക്ക് ഇങ്ങ് വന്ന് ചാടിയപ്പോ ഈ കൈ കൊണ്ട് ശത്രുവിനെ നേരിടാൻ ബുദ്ധിമുട്ട് തന്നെ. എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ദീനീ പ്രവർത്തനം നടത്തുമ്പോ എന്റെ ഈ ഒരു കൈ കൊണ്ട് മുറിഞ്ഞു കിടക്കുന്ന കൈ കൊണ്ട് ശല്യമായ റബ്ബേ എന്ന് മനസ്സിലാക്കി സ്വർഗത്തിലെത്തണമെന്നൊരൊറ്റ ചിന്ത മാത്രമുള്ള ചെറുപ്പക്കാരനായ മുആദ് ബിൻ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തന്റെ ഈ തോലിന്റെ മേലെ തൂങ്ങി നിൽക്കുന്ന കൈ നിലത്തങ്ങ് വെച്ചിട്ട് തന്റെ കാലെടുത്ത് ഈ കൈയിന്റെ മേലെ വെച്ച് അതാ ഒരൊറ്റ തീരല് നീരുന്നു. തോലിന്റെ മേലെ താണ് കിടക്കുന്ന കൈ പാന്തം പൊളിച്ചെടുക്കുന്നത് പോലെ തോലടക്കം ഇതാ തോളിന്റെ സ്ഥലത്തുനിന്ന് പൊളിച്ചിട്ട് ഈ കൈ വലിച്ചൊരേറ് കൊടുക്കുന്നു. എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ദീനീ പ്രവർത്തനത്തിന്റെ മുമ്പിൽ ശല്യം ചെയ്യുന്ന കൈ വേണ്ട. ഈ നിലക്ക്
അവരൊക്കെ സ്വർഗത്തിലെത്തി. സുഹൃത്തുക്കളെ, അർഹമുർറാഹിമീനായ റബ്ബിന്റെ ഹദറത്തിൽ ഞാനും നിങ്ങളും എത്തുമ്പോ അല്ലാഹുവിനോട് ഒരു സമയത്ത് മാപ്പ് ചോദിച്ചതോ, റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മുമ്പിൽ പാതിരക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതോ, ഇവരെ പോലെ കയ്യും കാലും ഒക്കെ സംഭാവന ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള വഴി തേടിയതോ ഒന്നും കയ്യിലില്ലാത്ത ഞാനും നിങ്ങളും വെറുതെ സൊറ പറയാൻ ഇരുന്നിട്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ്, അതുപോലെ മുതഅല്ലിമീങ്ങളെ കുറ്റം പറഞ്ഞ്, സയ്യിദന്മാരെ തരം താഴ്ത്തി മറ്റ് മുഅ്മിനീങ്ങളെ ഗീബത്തും നമീമത്തും ഫിത്നയും പറഞ്ഞു നമുക്ക് ദുനിയാവിൽ പടച്ച റബ്ബ് തന്ന നിഅമത്തിന്റെ മുമ്പിൽ മുഴുവനും അതിവർന്ന് തോന്നിവാസം ചെയ്താൽ ഈ മഹാന്മാര് മുഴുവനും റബ്ബിന്റെ കോർട്ടിലെത്തിയിട്ട് അവരെ ശരീരം കൊടുത്തതിന്റെ പ്രതിഫലം റബ്ബിനോട് ചോദിച്ചു വാങ്ങുമ്പോൾ തങ്ങളെ കൈ സംഭാവന ചെയ്തത് 2 കൈയും നിറയെ യജമാനായ റബ്ബിനോട് സവാബ് വാങ്ങുമ്പോൾ സ്വർഗം മണക്കുന്നു എന്ന് പറഞ്ഞ് ഗർജിച്ചുകൊണ്ട് ദീനിന്റെ എതിരാളികൾക്കെതിരെ പടയൊരുക്കം നടത്തിയ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് റബ്ബ് കൊടുക്കുന്ന സ്വർഗത്തിലെ ആനുകൂല്യം കൊണ്ട് സന്തോഷിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ റബ്ബിനെ സ്തുതിക്കുമ്പോൾ ആ സമയത്തേക്ക് തെറ്റുകളും കുറ്റങ്ങളും സമ്പാദിക്കുന്നതിന് പകരം ആഖിറസബാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളായ നമ്മൾ ഇതുപോലുള്ള രാത്രികളിൽ, ഇതുപോലുള്ള നല്ല നല്ല ദിവസങ്ങളിൽ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് ദോഷം പൊറുപ്പിക്കുകയും അമലുകൾ വർദ്ധിപ്പിക്കുകയും ഖുർആൻ ഓതുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ദിക്ർ വർദ്ധിപ്പിക്കുകയും അങ്ങനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കുന്നവരാകണം റബ്ബ്. ആ നിലക്കുള്ള മോമിനീങ്ങളിൽ സാധുക്കളായ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാക്കി കാര്യങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ സംസാരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും നാളെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നാളെ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 സംശയങ്ങളാണ് നാളെ പറയാം. ആ സമയം വളരെ വൈകിപ്പോയി. അതുകൊണ്ട് നാളേക്ക് വെക്കുന്നു. അർഹമുർറാഹിമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ഈ നാളെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവറുകൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്നലെ ഞാനൊരു ദിക്ർ പറഞ്ഞിരുന്നു. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയും. കാരണം സമയം വളരെ വൈകിപ്പോയി. 11 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ചൊല്ലിയിട്ട് നമുക്ക് പിരിയണം. അതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പിരിവ് എല്ലാ ദിവസവും വാങ്ങും ഉള്ള പ്രവർത്തനമാണ്. സിറാജുൽ ഹുദ കോംപ്ലക്സിന്റെ പ്രവർത്തനം നടത്തും. പക്ഷേ അതിന് നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു ഭാഗത്ത് പല ആളുകളും നടത്തുന്നുണ്ട്. അല്ലാഹു തആല അവരൊക്കെ നന്നാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തിരുന്ന പിന്നെ നമുക്ക് ചല്ലു ഒഴിവായി അവർ നന്നാവുകയും ചെയ്യുമല്ലോ. അതിന്റെ പകരം നമുക്ക് കൂലിയും കിട്ടുമല്ലോ. അവരെ നശിപ്പിക്കാൻ തയ്യാറോട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് അല്ലാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ ചെല്ലുന്ന സമയത്ത് കഠിനമായി എതിർത്ത് എത്ര ആളുകൾ ഇപ്പൊ അനുകൂലികളാണ്. നിങ്ങളത് വേറെ തന്നെ അല്ലാഹു തആല ഇജാബത്ത് തന്നായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. കഠിനമായ എതിരാളികളായിരുന്ന പലരും ഇക്കൊല്ലം മദ്രസയെ കൊണ്ടുവന്ന് കുട്ടികൾ ചേർന്ന്. ഞാൻ ഇക്കൊല്ലം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പോയി. അവിടെ കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളിൽപ്പെട്ട ഒരാൾ അയാൾ ഇങ്ങനെ സ്റ്റേഷൻ ഇറങ്ങി വരുന്നു. ഞാൻ പറഞ്ഞു ഇയാളെ മക്കളും ഇപ്പൊ ഞങ്ങളെ മദ്രസയിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇയാൾ ഞാൻ തങ്ങളെ മദ്രസ പഠിപ്പിക്കാണ്ട് ഇവരെ മദ്രസ പഠിപ്പിക്കും നിങ്ങൾ. അപ്പൊ ഇയാൾ പഠിപ്പ് ഇവരതാ ചേർന്നല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ചേർന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഇനി ബാക്കി എതിർക്കുന്നവർക്ക് ഇപ്പം കോടതിയിൽ ഒരു കേസുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസ കേസിന്റെ പ്രശ്നം മാത്രം പറയാൻ വേണ്ടി ടെലിഫോൺ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്, ചെലവാക്കല്ലാണ്ട് ചില കാര്യം പറഞ്ഞു കൊടുക്കാണ്ട് തീർത്തില്ല. അങ്ങനെ വിഷമങ്ങളുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് താമസിച്ചു. അങ്ങനെ ഒരു മൂടില്ലാതെയായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് അവിടെ ചെന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ പുറമെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളൊക്കെ സദഖ തരണം. തന്നോരും തരാത്തവരും ഒക്കെ തരണം. ധാരാളം തരണം. എത്ര തന്നാലും മതിയാവും. ഞാൻ പറഞ്ഞില്ലേ 16 ലക്ഷം രൂപ കടമുണ്ട്. എങ്ങനെയാ ഇവിടുന്ന് പോവാ, എങ്ങനെയാ പോവാണ്ടിരിക്കുക? അങ്ങ് പോയാൽ ഇതുവരെ എല്ലാവരോടും പറഞ്ഞ് പോയിട്ട് എത്തിച്ചേരുന്ന ഇനി അങ്ങ് പോയിട്ട് എന്താ പറയാ, ഖബറിലെത്തിയിട്ട് എത്തിച്ചേരുന്നു. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മുടെ എല്ലാ കടങ്ങളും, ദർസിന്റെ കടങ്ങളും സ്ഥാപനങ്ങളുടെ കടങ്ങളും എല്ലാം വീട്ടിൽ തെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി സ്വീകരിക്കട്ടെ. ഒരു 11 സ്വലാത്ത് എല്ലാവരും ചെല്ല. അതിനുശേഷം നമുക്ക് ദുആ ചെയ്യുക. സ്വലാത്ത് ചെല്ലുമ്പോൾ കഴിയുന്ന സഹായം എല്ലാവരും തരും. കയ്യിലുള്ളവരൊക്കെ തരാം, ഇല്ലാത്തവർ തരണ്ട. ആരോട് ബുദ്ധിമുട്ടുള്ള ദുആയിൽ എല്ലാവരും പങ്കെടുത്താൽ മതി. സ്വലാത്ത് എല്ലാവരും ചെല്ലും. സ്വലാത്ത് എല്ലാവരും ചെല്ലണം. അതിന്റെ നികുതിയൊന്നും കൊടുക്കണ്ടല്ലോ. എല്ലാവരും ഉറക്ക സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ല. കഴിയിലുള്ള ആളുകളൊക്കെ കഴിയുന്ന സദഖകൾ തരാം. എത്ര തന്നാലും അത് അർഹമുർറാഹിമീനായ റബ്ബിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതിന്റെ പ്രതിഫലം അല്ലാഹു തആല തരുന്നതുമാണ്. بحق صلى الله على
وصل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനെ. അവിടുത്തെ സ്ഥാനം ഇടിച്ചു താഴ്ത്തുന്ന എല്ലാ പുതിയ കക്ഷികളോടും ഞങ്ങളെ ഖൽബിൽ നീ വെറുപ്പ് നിലനിർത്തണം റഹ്മാനെ. നിന്റെ ദീനിലും നിന്റെ താഅത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ലോകത്തിന്റെ മുഴുവനും അധിപനായ യജമാനനായ നിന്നോട് പൊറുക്കലിനെ ചോദിക്കാനും നിന്നോട് താണുകേണ അപേക്ഷ നൽകാനുമായി ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ നിന്റെ കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന സമയമാണ്. ആ അറഫ മൈതാനിയിൽ നിന്ന് നിന്നോട് താണുകേണ അപേക്ഷ സമർപ്പിക്കുന്ന മുഅ്മിനീങ്ങളിൽ ആരെല്ലാമോ ഔലിയാക്കൾ, സ്വാലിഹീകൾ, ആരിഫീകൾ പലരും അക്കൂട്ടത്തിലുണ്ട്. ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അവരെ ഓർമ്മിക്കുന്ന ഞങ്ങളെ മജ്‌ലിസ് നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം റഹ്മാനെ. ആ മഹാന്മാര് നിന്നോട് ചോദിക്കുന്നു, സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട കൈകളും റബ്ബാകുന്ന നിന്നിലേക്ക് ഉയർത്തുന്നു റഹ്മാനെ. നീ ഗഫൂറും റഹീമും കരീമും ജവാദും അഫൂവും റഹീമുമാണ്. നീ എത്രയോ തെമ്മാടികളെ നന്നാക്കിയവനാണ്, എത്രയോ ദോഷികൾക്ക് പുറത്തു കൊടുത്തവനാണ്. ഞങ്ങളാരും ഒരു നല്ല മനുഷ്യരാണെന്ന് അവകാശവാദമില്ല റഹ്മാനെ. നിന്നോട് ഞങ്ങൾ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അടിമകളായ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യവുമല്ല. ഞങ്ങളെ സർവ്വ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഞങ്ങളെക്കാൾ അറിയുന്നവരും ഓർമ്മയുള്ളവരുമായ റഹ്മാനെ, ഉറക്കം കൊണ്ടോ മറതി കൊണ്ടോ മറ്റൊന്നുകൊണ്ടുമുള്ള ദൗർബല്യം പിടികൂടാത്ത എല്ലാ കമാലിയത്തിന്റെ ഔസാഫുകളും നിറഞ്ഞ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളൊരു നല്ലവരാണെന്ന അവകാശവാദം ഞങ്ങൾക്കില്ല. നീ ഗഫൂറും റഹീമും അഫൂവാണെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. സാധുക്കളായ ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും മാപ്പ് ചെയ്യണം റഹ്മാനെ. ഹജ്ജിനും ഉംറക്കും വന്ന നിന്റെ ഹബീബായ നബിയുടെ ലക്ഷക്കണക്കിന് ഉമ്മത്തുകൾ നിന്നോട് മാപ്പ് ചോദിക്കുമ്പോൾ നിന്റെ മലായികത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നീ അഭിമാനം കൊള്ളുമെന്ന് നിന്റെ ഹബീബായ നബി ഞങ്ങളോട് ഉണർത്തിയിട്ടുണ്ട്. ആ ലക്ഷക്കണക്കിന് മുഅ്മിനീകൾ നിങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പോലെ ഈ മജ്‌ലിസിലുള്ള ചുരുങ്ങിയവരായ ഞങ്ങളും നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ മാപ്പ് തരണം റഹ്മാനെ. നീ മാപ്പ് തരണം റഹ്മാനെ. ഞങ്ങളെ മുഴുവനും നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനെ. നിന്റെ താഅത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള സൗഭാഗ്യം തരണം റഹ്മാനെ. ഇബാദത്തിന് കഴിവ് കൊടുക്കുന്നവനും ദോഷത്തിൽ നിന്ന് തെറ്റി ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കുന്നവനും യജമാനനായ നീ തന്നെയാണ് റഹ്മാനെ. നീ എത്രയോ ആളുകൾക്ക് ഉന്നതമായ പദവിയിലേക്ക് ഉയരാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നിന്റെ പ്രത്യേകമായ തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിന്റെ താഅത്തിന് രുചി തരണം റഹ്മാനെ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും മാപ്പ് തരണം റഹ്മാനെ. മാപ്പ് ചെയ്യണം റഹ്മാനെ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. അവർക്കും ഞങ്ങൾക്കുമെല്ലാമുള്ള മുഴുവൻ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ.
അവരെയും ഞങ്ങളെയും നിന്റെ താഅത്തിലായി ജീവിപ്പിക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. യാത്രകളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കാത് കേൾക്കാത്ത മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കാഴ്ചയില്ലാത്ത കുട്ടികളെ കാര്യം പറഞ്ഞവരുണ്ട്. നീ കൊടുത്ത നാവ് കൊണ്ട് സംസാരിക്കാത്ത മക്കളെ കുറിച്ച് വിഷമം പറഞ്ഞവരുണ്ട്. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്നവർ നീയാണ് റഹ്മാനെ. നീ വലിയ കഴിവുള്ളവരും വല്ലാത്ത നിയന്ത്രണമുള്ളവരുമാണ് റഹ്മാനെ. ഓരോരുത്തരുടെയും വിഷമങ്ങൾ നീ അറിയുന്നവനാണ്. എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്ത ആളുകൾക്ക് നീ കാഴ്ച നൽകണം റഹ്മാനെ. നിന്റെ പരിശുദ്ധ ഖുർആൻ നോക്കിയോതാനുള്ള കാഴ്ച നൽകണം റഹ്മാനെ. നാവ് കൊണ്ട് സംസാരത്തിന് വിഷമമുള്ള മക്കൾക്ക് നീ സംസാരശേഷി നൽകണം റഹ്മാനെ. നിന്റെ ഹബീബായ നബിയുടെ മേൽ നന്നായി സ്വലാത്തി ചൊല്ലാനുള്ള കഴിവ് കൊടുക്കണം റഹ്മാൻ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീ സ്വലാത്തി ചൊല്ലാനുള്ള കഴിവ് കൊടുക്കണം റഹ്മാൻ. അതുപോലെ എന്തെല്ലാം രോഗമുള്ളവർ ഞങ്ങളിലുണ്ടോ, ഞങ്ങളെ കുടുംബങ്ങളിലുണ്ടോ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലുണ്ടോ, മുഴുവൻ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാര്, സഹപാഠികൾ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്ക് റഹ്മാനെ. മരിച്ചവരുടെ ഖബറിനെ നീ സന്തോഷത്തിലാക്ക് റഹ്മാനെ. ഞങ്ങളെ വളരെയേറെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ബാപ്പമാരും ഉമ്മമാരും കുടുംബാംഗങ്ങളിൽ പലരും മരിച്ചിട്ട് ഖബറിലുണ്ട് റഹ്മാനെ. ഞങ്ങൾക്കറിയാത്ത പലതും പഠിപ്പിച്ചു തന്ന ഉസ്താദുമാര് ഖബറിലുണ്ട്. ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും പലരും ഖബറിലുണ്ട് റഹ്മാനെ. ഞങ്ങളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തവർ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നവർ, ഞങ്ങളെ മജ്‌ലിസുകളിൽ വളരെ ആവേശത്തോടെ വന്ന് പങ്കെടുത്തിരുന്നവർ പലരും മരിച്ചു നിന്റെ ഹദ്റത്തിലേക്ക് നീങ്ങിപ്പോയി റഹ്മാനെ. ഞങ്ങളെ മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ലെങ്കിലും അവര് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലം കിട്ടുന്ന വീട്ടിലേക്ക് അവരിൽ പലരും നീങ്ങിപ്പോയി റഹ്മാനെ. അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്ക് റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ വാളിന്റെ മജീസുകളും എൽമിന്റെ സദസ്സുകളും ഞങ്ങളെ സദസ്സുകളും പിരിവുകളും കടമ്പാകളും സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം ഞങ്ങൾക്ക് ഉപകരിക്കണമെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണമെന്ന നിബന്ധനയുണ്ടെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണസമയത്ത് ഈമാൻ സലാമത്താക്ക് റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവ് എന്ത് കിട്ടിയാലും മരണസമയത്ത് ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആഖിറത്ത് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സഹപാഠികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, ദീനിന്റെ പ്രവർത്തന രംഗത്തും മറ്റുമായി ഞങ്ങളോട് സഹകരിച്ച ആരെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ അവർക്ക് മുഴുവനും ഇക്കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത സംഖ്യകൾ മിസ്കീന്മാരായ ഞങ്ങളെ കയ്യിൽ ദീനിന്റെ പ്രവർത്തനത്തിന് കടം തന്ന മുമ്പിനീകളുണ്ട്. അവർക്ക് മുഴുവനും ഇക്കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം റഹ്മാനെ. അതിന് ആഖിറത്തിന് സവാബ് കൊടുക്കണം റഹ്മാനെ. ഇസ്സത്തോടെ അത് വീട്ടി തീർക്കാനുള്ള കഴിവ് നിന്റെ ഖജനാവിൽ നീ ചൊരിച്ചു തന്നു തരണം റഹ്മാനെ. ഞങ്ങളൊക്കെ മിസ്കീന്മാരാണെങ്കിലും നീ വലിയാണ്, നിന്റെ ഖജനാവ് വിശാലമാണ്. നീ
കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്, ചോദിച്ചാൽ മടുത്തില്ലാത്തവനാണ്, എടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനാണ്. ഞങ്ങളെ എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ, നിന്റെ ഖജനാവിൽ നിന്ന് വീട്ടിത്തരണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്ദരമായ മുഖത്തോടെ ലിവാഉൽ ഹംദാകുന്ന കൊടിയും പിടിച്ചു നിന്റെ ഹൗറത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ ചുറ്റുഭാഗത്ത് കൈ സംഭാവന ചെയ്തവർ, ശരീരം സംഭാവന ചെയ്തവർ, സമ്പത്തുകൾ സംഭാവന ചെയ്തവർ, ആഖിറത്തിന് വേണ്ടി എല്ലാം വിറ്റൊഴിച്ച് നിന്നിലേക്ക് മടങ്ങിയ സ്വഹാബികൾ, ആരിഫീകൾ, സ്വാലിഹീകൾ, ഔലിയാക്കൾ, അയിമ്മത്ത്, മുജ്തഹിദുകൾ, അവരെല്ലാം അവിടുത്തെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടി ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് സന്തോഷിക്കുമ്പോൾ മിസ്കീന്മാരായ തങ്ങൾക്കും ആ മുഖമൊന്ന് കാണിക്കണം റഹ്മാനെ. അവരെ പിന്നിലെ സ്വപ്നിലെങ്കിലും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ മുക്കാമികളായ മുഴുവൻ സ്വാലിഹീകളെയും ആലിമീകളെയും കാണാനും കൈപിടിക്കാനും പരിചയപ്പെടാനുമുള്ള അവസരം തരണം റഹ്മാനെ. നിന്റെ